നമസ്കാരം. നല്ല സ്ഥലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് കാളകെട്ടിയിലാണ്. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കപ്പാടിനും പിണ്ണാക്കിനാടിനും ഇടയ്ക്കിരിക്കുന്ന ഒരു സ്ഥലമാണ് കാളകെട്ടി. മെയിൻ റോഡിൽ നിന്ന് 400 മീറ്റർ മാത്രമേ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ. ഈ വീടിന് നല്ലൊരു എസ്തെറ്റിക് ലാൻഡ്സ്കേപ്പിംഗ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ അവരൊരു ഗാർഡൻ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഓപ്പൺ വെല്ലാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് എ ബോർവെൽ. കാരണം നല്ല വെള്ളമുള്ള ഏരിയ ആണ്. സിംഗിൾ കാർ പാർക്കിംഗ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വീട് വരുന്നത് 2000 സ്ക്വയർ ഫീറ്റ് ആണ്. വീട് ഇരിക്കുന്നത് 15 സെന്റിലാണ്. കോൺക്രീറ്റ് ടെക്സ്ചറും സ്റ്റോൺ ക്ലാഡിങ്ങും നല്ല രീതിയിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിംഗ് കംപ്ലീറ്റ്ലി കോൺക്രീറ്റിംഗ് ആണ്. നോ ട്രസ് വർക്ക് ഹാസ് ബീൻ ഡൺ ഹിയർ. 180 സെന്റിമീറ്റർ വൈഡ് ആയിട്ടുള്ള ഒരു വരാന്ത അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം കാണുന്നത് ഒരു ഫോർമൽ ലിവിംഗ് സ്പേസ് ആണ്, ഇൻക്ലൂഡിങ് എ പ്രെയർ യൂണിറ്റ്. വീട് മുഴുവനും ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീട് മുഴുവൻ വരുന്നത് 4 BHK അറ്റാച്ച്ഡ് ബാത്റൂമാണ്. 2 ബെഡ്റൂം ഇവിടെ, 2 ബെഡ്റൂം റൈറ്റ് സൈഡിൽ. ഇത് നമ്മുടെ ഫാമിലി യൂണിറ്റ് ആണ്. അവിടെ TV യൂണിറ്റും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കിച്ചൺ യൂണിറ്റ് ഓപ്പൺ കിച്ചൺ ആണ് വിത്ത് വർക്ക് ഏരിയ. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന സ്പേസ് ഡൈനിങ് സ്പേസ് ആണ്. അതിന് തൊട്ടടുത്തായിട്ട് എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള ഒരു വാഷ് യൂണിറ്റും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡൈനിങ് സ്പേസിൻ്റെ അടുത്തായിട്ട് അവരൊരു ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചണിൻ്റെ അവിടെ അവരൊരു കൗണ്ടർ ടോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുള്ളി ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന കിച്ചൺ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല രീതിയിലുള്ള ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് എൻജോയ് ദ വ്യൂ. ഇപ്പം നമ്മൾ ഈ കാണാൻ പോകുന്നതാണ് നമ്മുടെ വർക്ക് ഏരിയ. ഡൈനിങ് ഏരിയ ടു ബി ഓണസ്റ്റ് ഇറ്റ്സ് സ്പേഷ്യസ് ഇനഫ്. അതിനോടൊപ്പം തന്നെ ബേ വിൻഡോയും കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബെഡ്റൂം നമ്പർ 1. ഇവിടെയും അവർ ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഇല്ല, ബാത്റൂം മാത്രമേ ഉള്ളൂ. സോ യു ക്യാൻ എക്സ്പ്ലോർ ദ ബാത്റൂം ഹിയർ. TV യൂണിറ്റിൻ്റെ അവിടെ വുഡൻ പാഗോളാസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബെഡ്റൂം നമ്പർ 2. അവിടെയും അവരൊരു ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൈ പ്രൊവൈഡിങ് എ ബേ വിൻഡോ എന്നൊരു ചോദ്യമായിരിക്കും. പക്ഷേ ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നത് ശരിക്കും നല്ലതാണ്. നമുക്ക് അഡീഷണൽ സ്പേസ് കിട്ടും. ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഉണ്ട്. വാഷ്റൂമും അറ്റാച്ച്ഡ് ആണ്. ഒരു മോഡേൺ വാർഡ്രോബും അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഫുൾ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇൻ എ മിനിമൽ വേ. ഇത് നമ്മുടെ ബെഡ്റൂം നമ്പർ 3 ആണ്. ഇവിടെയും ഒരു വാർഡ്രോബ് ഇൻ എ മോഡേൺ വേ അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം വിത്ത് ഡ്രസ്സിംഗ് യൂണിറ്റ് ഉള്ള ഒരു ബെഡ്റൂമാണ്. രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ളത് കൊണ്ടും സിംഗിൾ സ്റ്റോറീഡ് ആയതുകൊണ്ടും എല്ലാ റൂംസും നല്ല സ്പേഷ്യസ് ആണ്. സ്റ്റെയർ യൂണിറ്റിൽ വരുന്ന ഏരിയ ഇവർ റൂംസിന് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബെഡ്റൂം നമ്പർ 4 ആണ്. ഇവിടെ മാത്രം ബേ വിൻഡോ അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഡ്രസ്സിംഗ് യൂണിറ്റ് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വാഷ്റൂമും നല്ല രീതിയിൽ സ്പേഷ്യസ് ആണ്. ഇവിടെ ഒരു മോഡേൺ വാർഡ്രോബ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ സ്വിച്ച് അവരിവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പുറത്തേക്കുള്ള വ്യൂ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം സിറ്റ് ഔട്ടിൽ നിന്നുള്ളത്. എനിവേ വീടിൻ്റെ സറൗണ്ടിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാക്ക് ത്രൂ ചെയ്ത് കാണിച്ചു തരാം. ഇത് കിച്ചണിൻ്റെ ഡോറാണ്. ലോണ്ട്രി മറ്റു കാര്യങ്ങളും ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ഇവർ റൂഫിംഗ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഓപ്പൺ ടെറസിലേക്ക് കയറാനായിട്ടുള്ള സ്റ്റെയർസ് ആണ്. ഇതെല്ലാം സ്റ്റീൽ സ്റ്റെയർസ് ആണ് കേട്ടോ. വീടിന് ചുറ്റും അത്യാവശ്യത്തിനുള്ള സ്പേസ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.